അജയനെ, നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള അപകടത്തിലേക്കാണല്ലോ പോകുന്നത്. ഇത് നിങ്ങളുടെ പാർട്ടിയുടെ അടിവേര് തോണ്ടുമോ? ഞങ്ങളുടെ പാർട്ടിക്കാര് ഒരു വിശ്വാസിക്കും എതിരല്ല. ശബരിമലയിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം ഞങ്ങൾ പരിഹരിക്കുക തന്നെ ചെയ്യും. അത് കണ്ട ആരും പനിക്കണ്ട. വലിയ സംഘടനാശേഷി ഉള്ളവരാണ് നിങ്ങളുടെ പാർട്ടിക്കാരെന്നാണല്ലോ പറച്ചില്. എന്നിട്ട് എന്താ ഇത്രയും വലിയ സ്വർണ്ണക്കുള്ള ശബരിമലയിൽ നടന്നിട്ട് എന്താ നിങ്ങളൊന്ന് അറിഞ്ഞില്ലേ? സംഘടന ഇത് നല്ല കൂത്ത്. സ്വർണ്ണക്കുള്ള നടത്തിയത് ഞങ്ങളുടെ പാർട്ടിയാണ്. എന്റെ തിരുമേനി, എന്ത് വിവരക്കേടാ നിങ്ങൾ ഈ പറയണേ? നിങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ ആളായിരുന്നില്ലേ ഏതൊരു സു? അങ്ങോർക്കും ഇതിൽ വലിയ പങ്കുണ്ടെന്നാണല്ലോ SIT റിപ്പോർട്ട്. അങ്ങനെ പങ്കുണ്ടെങ്കിൽ ഏത് സൂര്യൻ ശിക്ഷിക്കട്ടെ മാഷേ. തെറ്റ് ചെയ്തവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് നമ്മുടെ പാർട്ടിയുടെ അഭിപ്രായം. ആചാര്യ വർത്തമാനം കേട്ടാ തോന്നും മഹാത്മാഗാന്ധിജിയെക്കാട്ടിലും ശുദ്ധന്മാരാണ് ആചാര്യ നേതാക്കന്മാരെന്ന്. തിരുവനെ, ആചാര്യ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. ഓ, അന്തോണി മാഷ്ട പാർട്ടിയുടെ നേതാക്കളൊക്കെ ശുദ്ധാത്മാക്കളല്ലേ? പച്ചവെള്ളം പോലും ചവച്ചു കുടിക്കുന്ന പരമവിശുദ്ധര്. നിങ്ങൾ രണ്ടു കൂട്ടരും ശുദ്ധ അഴിമതിക്കാരാ. ഈ കൊള്ള പുറത്തു കൊണ്ടുവരണമെങ്കിൽ CBI തന്നെ അന്വേഷിക്കണം എന്നാ ടോമന്റെ അഭിപ്രായം. അല്ല എന്റെ തിരുമേനി, നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത്? CBI കൂട്ടിലടച്ച തത്തയാണെന്ന് ഇന്ത്യയിലെ പ്രമുഖ കോടതികൾ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊന്നും നിങ്ങളുടെ പാർട്ടിക്കാര് കേട്ട ഭാവം നടിക്കണില്ല. ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാര് ഒക്കെ ജയിലിൽ അടയ്ക്കണമെന്നാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ്. അതിനെ കുറെ പുളിക്കും തിരുമേനി. സന്നിധാനത്തെ SITയുടെ തെളിവെടുപ്പ് കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. അപ്പൊ കാണാം നിങ്ങളുടെ നേതാക്കന്മാരെ വരിയായിട്ടേ ജയിലിലേക്ക് പോണത്. ഓ, ആ കാഴ്ച ഒന്ന് കാണണം എന്റെ ഭഗവാനെ. ഓ, അതിനു മുൻപ് കാര്യങ്ങളൊക്കെ സെറ്റിൽമെന്റ് ആവും തിരുമേനി. അതൊക്കെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാ നടക്കുന്നത്. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റും സെറ്റിൽമെന്റും നടക്കില്ല എന്റെ അന്തോണി മാഷ്. നമുക്ക് ആകെ കൂടിയുള്ള ഒരു ആശ്വാസം നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികൾ മാത്രം. അക്കാര്യത്തിലേ നോമിന് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല. പക്ഷേ ചക്രക്കുളത്തിന് കൈ ഇട്ടാൽ ആരും നക്കിപ്പോവും.